Good morning, dear students. Silent prayer. Today we are going to discuss exercise 15.1. So take your textbook, page number 283, exercise 15.1. Okay, first question. In a cricket match, a batswoman hits a boundary 6 times out of 30 balls she plays. Find the probability that she did not hit a boundary. ഇൻ എ ക്രിക്കറ്റ് മാച്ച്, ഒരു ക്രിക്കറ്റ് മാച്ചിൽ ഒരു ബാറ്റ്സ്വുമൺ 6 ടൈംസ് ബോൾ ബൗണ്ടറിയിൽ ഹിറ്റ് ചെയ്യുന്നുണ്ട്. എത്രയാണ് ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ്? 30 ബോൾസ് ആണ് ഷീ പ്ലേസ്. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഷീ ഡിഡ് നോട്ട് ഹിറ്റ് എ ബൗണ്ടറി ഹിറ്റ് ചെയ്യാത്തതിൻ്റെ പ്രോബബിലിറ്റി നമ്മൾ കണ്ടെത്തണം. So the number of times the batswoman hits the boundary given as 6. Number of times the batswoman hits the boundary is 6. Now we need to find the probability of not hits the boundary. So first find number of times not hits the boundary. Total number of plays is equal to 30 and number of times hits the boundary is 6. So 30 minus 6 we get 24. So 24 times she did not hit the boundary. Now probability is equal to probability of she did not hit the boundary equal to number of times the batsman not hitting the boundary by ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് ഷീ പ്ലേസ്. ഓക്കെ, നമ്മൾ എത്ര പ്രാവശ്യമാണ് ഹിറ്റ് ചെയ്യാതിരുന്നത് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പ്ലേസ് ആണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. സോ പ്രോബബിലിറ്റി ഓഫ് ദി ഇവൻറ്റ് ഈക്വൽ ടു 24 by 30 ഈക്വൽ ടു ബോത്ത് ആർ മൾട്ടിപ്പിൾസ് ഓഫ് 6. 6 4s are 24, 6 5s are 30. So probability is 4 by 5. Now second question. 1500 families with 2 children were selected randomly and the following data were recorded. 1500 ഫാമിലീസിന് അതിൽ എന്താ സ്പെഷ്യാലിറ്റി? 2 ചിൽഡ്രൻ ആണ് ആ ഫാമിലിയിലുള്ളത്. അത് റാൻഡംലി സെലക്ട് ചെയ്യുവാണ്. നമ്മൾ റാൻഡംലി സെലക്ട് ചെയ്യുന്നു. ഇനി അതിൻ്റെ കാര്യങ്ങൾ ഇവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. നമ്പർ ഓഫ് ഗേൾസ് ഇൻ എ ഫാമിലി. 2 ചിൽഡ്രൻ ആണെന്ന് പറഞ്ഞല്ലോ, 2 പേരും ഗേൾസ് ആകുന്ന ഫാമിലീസിൻ്റെ നമ്പർ 475. എത്രയിലാ? 1500 ഫാമിലീസിൽ 475 families have 2 girls children. Now next 814 families have 1 girl child only. മറ്റേത് എന്തായിരിക്കും? ബോയ് ചൈൽഡ് ആയിരിക്കും. ആൻഡ് നമ്പർ ഓഫ് ഫാമിലീസ് 211 ഹാവ് നോ ഗേൾ ചൈൽഡ്. അവിടെ 2 ബോയ്സ് മാത്രമാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് ടോട്ടൽ നമ്പർ ഓഫ് ഫാമിലീസ് 1500. ഇവിടെ സ്പെഷ്യാലിറ്റി എന്താണ്? 2 ചിൽഡ്രൻ ഉള്ള ഫാമിലീസിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇനി ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ റാൻഡംലി സെലക്ട് ചെയ്യുമ്പോൾ 2 ഗേൾസ് ആകാൻ 475 ഉണ്ട്, 1 ഗേൾ വരാൻ 814 ഫാമിലി ഉണ്ട്, ഗേൾസ് ഒന്നുമില്ലാത്തത് 211 ഫാമിലീസ് ഉണ്ട്. കമ്പ്യൂട്ട് ദ പ്രോബബിലിറ്റി ഓഫ് എ ഫാമിലി ചൂസൺ അറ്റ് റാൻഡം ഹാവിങ്. നമ്മൾ റാൻഡംലി ചൂസ് ചെയ്യുമ്പോൾ അത് ഇതിൽ 2 ഗേൾസ് ആകാനുള്ള ചാൻസ് എത്രയാണ്? അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ പ്രോബബിലിറ്റി എഴുതേണ്ടത്? പ്രോബബിലിറ്റി എഴുതുമ്പോൾ നമ്പർ ഓഫ് ഫാമിലീസ് ഹാവിങ് 2 ഗേൾസ് വരുന്ന നമ്പർ ഓഫ് ഫാമിലീസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഫാമിലീസ് ആണ് പ്രോബബിലിറ്റി. സോ 475 by 1500 ആണ് 2 ഗേൾസ് വരാനുള്ള പ്രോബബിലിറ്റി. നമുക്ക് 475നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ 95, 1500നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 300. Again we can divide these two numbers with 5. We get 19 by 60. This is the simplest form of this fraction. Okay. Next question is 1 girl. Probability of a family chosen 1 girl. 1 girl ഉള്ളത് വരാനുള്ള ചാൻസ്. So number of families having 1 girl divided by total number of families. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടോ? 1 girl ഉള്ള ഫാമിലീസിൻ്റെ നമ്പർ എത്രയാണ്? 814 by total number of families.
and both are even numbers, so divide with 2 we get 407 by 750. 407 പ്രൈം നമ്പർ ആണ്, അത് ഉണ്ട് ഇവിടെ കൊണ്ട് ഈ ഡിവിഷൻ ഇവിടെ അല്ലെങ്കിൽ സിംപ്ലിഫിക്കേഷൻ ഇവിടെ തീർന്നു. ഓക്കെ, നെക്സ്റ്റ് അതിൻ്റെ തേർഡ് സബ് ക്വസ്റ്റ്യൻ നോ ഗേൾ. നമ്മൾ റാൻഡംലി ചൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പ്രത്യേക ഒന്നും ഇത് വെക്കാതെ ജസ്റ്റ് ചെന്ന് ഒരു ഫാമിലി ഇങ്ങ് ചൂസ് ചെയ്യുന്നു, കണ്ണടച്ചങ്ങ് എടുക്കുക എന്ന് പറയുന്നതാണ് റാൻഡംലി ചൂസ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ അതിനകത്ത് 0 ഗേൾസ് വരാനുള്ള ചാൻസ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ ഫാമിലി ചൂസൺ അറ്റ് റാൻഡം ഹാവിങ് നോ ഗേൾ ഈക്വൽ ടു നമ്പർ ഓഫ് ഫാമിലീസ് ഹാവിങ് നോ ഗേൾ. ഗേൾസ് ഒന്നുമില്ലാത്ത ഫാമിലീസിൻ്റെ നമ്പർ ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഫാമിലീസ്, ദാറ്റ് ഈസ് 211 by 1500. 211 ആണ് അതിനകത്ത് നമ്പർ ഓഫ് ഫാമിലീസ് നോ ചിൽഡ്രൻ ഉള്ളത്, നോ ഗേൾ ചിൽഡ്രൻ ഉള്ളത്. ഇനി ഇത് ഒരു ഓഡ് നമ്പർ, പ്രൈം നമ്പർ ആയതുകൊണ്ട് ഇവിടെ ഇനി കട്ട് ചെയ്യത്തില്ല, ഇവിടെ കൊണ്ട് ആൻസർ തീർന്നു. ഇനി അതിനകത്ത് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഓൾസോ ചെക്ക് വെദർ ദ സം ഓഫ് ദീസ് പ്രോബബിലിറ്റീസ് ഈസ് 1. ഈ 3 ടൈപ്സ് പ്രോബബിലിറ്റീസിൻ്റെയും കൂടെ സമ്മ് 1 ആയിട്ട് കിട്ടുമോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ ദ സം ഓഫ് ദീസ് പ്രോബബിലിറ്റീസ് ഈക്വൽ ടു ഫസ്റ്റിൻ്റെ നമ്മൾ 475 by 1500 പ്ലസ് 814 by 1500 പ്ലസ് 211 by 1500. ഈ ന്യൂമറേറ്റേഴ്സ് എല്ലാം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1500 തന്നെ കിട്ടും. സോ വി ഗെറ്റ് ടോട്ടൽ പ്രോബബിലിറ്റി ആസ് 1. നൗ ക്വസ്റ്റ്യൻ നമ്പർ 3. Refer to example 5, section 14.4, chapter 14. Find the probability that a student of the class was born in August. So we need to take chapter 14, section 14.5, example 5. Based on that, we need to find the probability of a student born in August. So this is example 5, section 14.4, page number 247. In a particular section of class 9, 40 students were asked about the months of their birth, and the following graph was prepared for the data so obtained. So this is the question, and given here graph representing birth month of 40 students of class 9. ക്ലാസ് 9ലെ 40 സ്റ്റുഡൻസിൻ്റെ ബർത്ത് മന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ജാനുവരി ഹൗ മെനി സ്റ്റുഡൻസ് 3, ഫെബ്രുവരി 4, മാർച്ച് 2, ഏപ്രിൽ 2, ഇങ്ങനെ ഓരോ മന്തിലും എത്ര സ്റ്റുഡൻസ് ആ ക്ലാസ്സിൽ വരുന്നുണ്ടെന്ന് ഈ ബാർ ഗ്രാഫിൽ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? നമ്മൾ പ്രോബബിലിറ്റി ദാറ്റ് എ സ്റ്റുഡൻറ്റ് ഓഫ് ക്ലാസ് വാസ് ബോൺ ഓൺ ഓഗസ്റ്റിൽ ജനിക്കാനുള്ള ചാൻസ് നോക്കണം, പ്രോബബിലിറ്റി നോക്കണം. അപ്പോൾ ഓഗസ്റ്റിൽ എത്രയാണ് വരുന്നതെന്ന് നോക്കിക്കേ. ഓഗസ്റ്റിൽ ഇങ്ങനെ നോക്കുമ്പോൾ 6 ആണ് വരുന്നത് ഓഗസ്റ്റിൽ, അല്ലേ? അപ്പോൾ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ബോൺ ഇൻ ഓഗസ്റ്റ് എന്നുള്ളത് 6 കിട്ടി. ഇനി ഇതിനകത്ത് നമുക്ക് എന്തുകൂടെ വേണം? ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇവിടെ ക്വസ്റ്റ്യനിൽ 40 എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം, 3 + 4 + 2 + 2 + 5 + 1 + 2 + 6 + 3 + 4 + 4 + 4. ഇത് 40 സ്റ്റുഡൻസിന് ഇവിടെ തന്നിട്ടുണ്ട്. ഇനി അഥവാ നിങ്ങൾക്ക് തരാതെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഗ്രാഫിൻ്റെ ഹൈറ്റ് നോക്കുക, ഈ ഫ്രീക്വൻസി നോക്കിയിട്ട് ആഡ് ചെയ്യുക, അപ്പോൾ ടോട്ടൽ നമ്പർ കിട്ടും. സോ 40 സ്റ്റുഡൻസ് ആണ്. അപ്പോൾ എങ്ങനെ നമുക്ക് പ്രോബബിലിറ്റി എഴുതാം? പ്രോബബിലിറ്റി ദാറ്റ് എ സ്റ്റുഡൻറ്റ് ഓഫ് ക്ലാസ് വാസ് ബോൺ ഇൻ ഓഗസ്റ്റ് ഈക്വൽ ടു നമ്പർ ഓഫ് സ്റ്റുഡൻസ് ബോൺ ഇൻ ഓഗസ്റ്റ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ബോൺ ഇൻ ദ ഇയർ. സോ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ബോൺ ഇൻ ഓഗസ്റ്റ് ഈസ് 6. സോ 6 by 40. We get 6 by 40. 40 total number of students. Now both are even numbers, so we can divide with 2, 3 by 20. So the probability is 3 by 20. Next question number 4. 3 coins are tossed simultaneously 200 times with the following frequencies of different outcomes. So this is the different frequencies. If the 3 coins are simultaneously tossed again, compute the probability of 2 heads coming up. So the given question, 3 coins are tossed simultaneously. ഒരേ സമയം 3 coins ആണ് നമ്മൾ ടോസ് ചെയ്യുന്നത്.
എത്ര ടൈം ഉണ്ട്? ടോട്ടൽ 200 ടൈംസ്. സോ ടോട്ടൽ നമ്പർ ഓഫ് ടൈംസ് നമുക്ക് കിട്ടി 200. ഇനി ഔട്ട്കം 3 ഹെഡ്സ് ടോസ് ചെയ്യുമ്പോൾ എച്ച് വരാനുള്ള ചാൻസ് 23, അല്ല വന്നത് 23 ടൈംസ്. 2 ഹെഡ്സ് അതായത് എച്ച് ടി അല്ലെങ്കിൽ HTH അല്ലെങ്കിൽ THH പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? 3 കോയിൻസ് ആകുമ്പോൾ 3 കോയിൻസ് ആകുമ്പോൾ കോയിന് HT ഇങ്ങനെയാണ് വരുന്നത് അല്ലേ? 3 കോയിൻസിന് ഇങ്ങനെ ഹെഡ് ടൈല് വരും. നമുക്ക് ഒരു ടൈം ടോസ് ചെയ്യുമ്പോൾ HH 3ൽ ഹെഡ് വരാം, 3ലും ടെയിലും വരാം. ഇനി അതുകൂടാതെ നമുക്ക് ഫസ്റ്റിൽ ഹെഡ്, സെക്കൻഡിൽ ഹെഡ്, തേർഡിൽ ടെയിൽ വരാം. ഫസ്റ്റിൽ ഹെഡ്, സെക്കൻഡിൽ ടെയിൽ, തേർഡിൽ ഹെഡ് വരാം. ഫസ്റ്റിൽ ടെയിൽ, സെക്കൻഡിൽ ഹെഡ്, തേർഡിൽ ഹെഡ് വരാം. ഇനി ഫസ്റ്റിലും ടെയിൽ, സെക്കൻഡിലും ടെയിൽ, തേർഡിൽ ഹെഡ് വരാം. ഫസ്റ്റിൽ ഹെഡ്, സെക്കൻഡിൽ ടെയിൽ, തേർഡിൽ ടെയിൽ വരാം. ഇനി ഫസ്റ്റിൽ ടെയിൽ, മിഡിലിൽ ഹെഡ്, ലാസ്റ്റ് ടെയിൽ വരാം. ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇതിനകത്തുനിന്ന് 3 കോയിൻസ് ടോസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ഇല്ലേ? അപ്പം ഇങ്ങനെ വരുന്ന നമ്പറുകളാണ് നമുക്ക് അവിടെ തന്നിരിക്കുന്നത് കേട്ടോ. ഇത് മുഴുവൻ എഴുതിയിട്ടില്ല, ഞാൻ അതിൻ്റെ ഐഡിയ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. സോ 2 ഹെഡ്സ് 72 ടൈംസ്, 1 ഹെഡ് 77 ടൈംസ്. 1 ഹെഡ് എന്ന് പറയുമ്പോൾ 2 കോയിൻസിൽ ടെയിലായിരിക്കും വന്നിട്ടുണ്ടാവുക, ഒരു കോയിനിൽ മാത്രമായിരിക്കും ഹെഡ് വരിക. നോ ഹെഡ് എന്ന് പറഞ്ഞാൽ 3 കോയിൻസിലും ടെയിൽ മാത്രം വന്നത് 28 ടൈംസ് ഉണ്ട്. ടോട്ടൽ 200 ടൈംസ് ആണ്. ഇനി നമ്മൾ എന്താ കമ്പ്യൂട്ട് ചെയ്യേണ്ടത്? നമ്പർ ഓഫ് ടൈംസ് 2 ഹെഡ്സ് വരാനുള്ള പ്രോബിലിറ്റി. ഇനി ഒരു പ്രാവശ്യം കൂടെ കോയിൻ ടോസ് ചെയ്താൽ 2 ഹെഡ്സ് വരാനുള്ള പ്രോബിലിറ്റിയാണ്. സോ പ്രോബിലിറ്റി ഓഫ് 2 ഹെഡ്സ് കമ്മിങ് അപ്പ് ഈക്വൽ ടു number of times 2 heads come up by total number of times. Total number of times 200 ആണ്. ഇനി 2 ഹെഡ്സ് വരാൻ നമുക്ക് ഫ്രീക്വൻസി എത്ര തന്നിരിക്കുന്നത്? 72. സോ ആൻസർ ഈസ് 72 by 200. ബോത്ത് ആർ ഈവൻ നമ്പേഴ്സ്. സോ ഡിവൈഡ് വിത്ത് 2 we get 36 by 100. These also even number. Again divide with 2, 18 by 50. Both are again even numbers. So again divide with 2 we get 9 by 25. ഇത് ഡയറക്റ്റ് ആയിട്ട് ഇത് കട്ട് ചെയ്യാം. ഇതിനി എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കട്ട് ചെയ്ത് 9 by 25 എത്തിച്ചിരിക്കുന്നത്. Now 5th question. An organization selected 2,400 families at random and surveyed them to determine a relationship between income level and the number of vehicles in a family. 2,400 ഫാമിലീസ് റാൻഡംലി സെലക്ട് ചെയ്ത് ഒരു സർവേ നടത്തി. എന്തിനെ ബേസ് ചെയ്താണ് സർവേ? സബ്ജക്റ്റ് എന്താണ്? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻകം ലെവൽ ആൻഡ് ദ നമ്പർ ഓഫ് വെഹിക്കിൾസ് ഇൻ ദ ഫാമിലി. ഫാമിലിയുടെ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താ വരുമാനം? നിങ്ങൾക്കറിയാലോ. ഇൻകം ലെവലും ആ വീട്ടിലെ നമ്പർ ഓഫ് വെഹിക്കിൾസും തമ്മിലുള്ള റിലേഷനെ പറ്റിയുള്ള സ്റ്റഡിയാണ് നടത്തിയത്. ദ ഇൻഫർമേഷൻ ഗ്യാതേർഡ് ഈസ് ലിസ്റ്റഡ് ഇൻ ദ ടേബിൾ ബിലോ. So this is the information. Monthly income less than 7,000. Vehicles per family. ഓരോ ഫാമിലിയിലും വെഹിക്കിൾസ് 0 ഈ ലെസ് ദാൻ 7,000 വരുന്ന ഇൻകത്തിൽ 0 എന്ന് പറഞ്ഞാൽ എന്താ? വെഹിക്കിൾസ് ഒന്നുമില്ലാത്ത ഫാമിലി 10. 1 വെഹിക്കിൾ ഉള്ളത് 160, 2 വെഹിക്കിൾസ് ഉള്ളത് 25, എബവ് 2 0. ഓക്കെ. നൗ 7,000 to 10,000 ഈ ഒരു റേഞ്ചിൽ ഇൻകം ഉള്ളവരുടെ 0 വെഹിക്കിൾ ഉള്ളത് 0 ഫാമിലി, അതായത് എല്ലാവർക്കും വെഹിക്കിൾ ഉണ്ടെന്ന് ചുരുക്കം. 1 വെഹിക്കിൾ 305, 2 വെഹിക്കിൾ 27, എബവ് 2 only 2 ഫാമിലീസ്. ഇനി 1,000 to 13,000 ഇതിനിടയ്ക്ക് ഇൻകം ഉള്ളവരിൽ 0 വെഹിക്കിൾ ഒന്നുമില്ലാത്തവർ 1 വെഹിക്കിൾ ഉള്ളത് 535, 2 വെഹിക്കിൾസ് 29 ഫാമിലീസ്, എബവ് 2 only 1 ഫാമിലി. നൗ 13,000 to 16,000 0 വെഹിക്കിൾസ് ഒന്നുമില്ല 2 ഫാമിലീസിന്. 1 വെഹിക്കിൾ 469, 2 വെഹിക്കിൾസ് 59 ആൻഡ് എബവ് 2 25 ഫാമിലീസ്. ആൻഡ് 16,000 ഓർ മോർ ഇൻകം 0 വെഹിക്കിൾ, അതായത് വെഹിക്കിൾ ഒന്നുമില്ല, ഇത്രയും ഇൻകം ഉണ്ട്, വെഹിക്കിൾ ഒന്നുമില്ല, 1 ഫാമിലി ഉള്ളൂ. അങ്ങനെ
ഇനി 1 വെഹിക്കിൾ ഉള്ളത് 579, 2 വെഹിക്കിൾസ് ഉള്ളത് 82 ആൻഡ് എബൌട്ട് ടു 88 ഫാമിലീസ് ഉണ്ട്. സപ്പോസ് എ ഫാമിലി ഈസ് ചൂസൺ, ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ ഫാമിലി ചൂസൺ ഈസ്. നമ്മളിപ്പോൾ ഒരു ഫാമിലിയെ റാൻഡംലി ചൂസ് ചെയ്യുവാണ്. ചൂസ് ചെയ്യുമ്പോൾ ഈ താഴെ 5 ടൈപ്സ് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഇതൊക്കെ ആകാനുള്ള പ്രോബബിലിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഏണിംഗ് ₹10,000 to 13,000 per month and owning exactly 2 vehicles. ഇവിടെ ഏത് ഇൻകമാണ് പറഞ്ഞിരിക്കുന്നത്? 10,000 to 13,000. സോ 10,000 to 13,000 ഈ ഒരു സെക്ഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. നമ്മൾ ഏതിൻ്റെ പ്രോബബിലിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്? ഓണിങ് എക്സാക്ട്ലി 2 വെഹിക്കിൾസ്. അപ്പോൾ ഇവിടെ 2വിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി നോക്കണം. സോ ഇവിടെ 10,000 13,000 2വിന് കറസ്പോണ്ടിങ് ആയിട്ട് 29 ഫാമിലീസ് ആണുള്ളത്. ടോട്ടൽ നമ്മൾ എത്ര ഫാമിലീസിനെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്? 2,400. സോ ഹിയർ പ്രോബബിലിറ്റി ഈസ് 29 by 2,400. Probability that the family chosen is earning ₹10,000 to 13,000 per month and owning exactly 2 vehicles equal to number of families earning ₹10,000 13,000 per month and owning exactly 2 vehicles by total number of families selected. അതായത് മിസ് കാണിച്ചതുപോലെ 10,000-നും 13,000-നും ഇടയ്ക്ക് മന്ത്ലി ഉള്ള 2 വെഹിക്കിൾസ് ഉള്ള നമ്പർ ഓഫ് ഫാമിലീസ് 29 ആണ്. സോ 29 by 2,400. 29 പ്രൈം നമ്പർ ആയതുകൊണ്ട് പ്രോബബിലിറ്റി ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. Now second question, earning ₹16,000 or more per month and owning exactly 1 vehicle. 16,000 അല്ലെങ്കിൽ അതിൽ കൂടുതൽ സാലറി അല്ലെങ്കിൽ മന്ത്ലി ഇൻകം ഉണ്ട്, അതുപോലെ only 1 വെഹിക്കിൾ മാത്രം ഉള്ളവരും. അപ്പോൾ നമ്മൾ നോക്കണം 16,000 ഓർ മോർ ഇവിടെയാണ്. ഈ ഒരു സെക്ഷനിൽ 1 വെഹിക്കിളിൻ്റെ എവിടെയാണ് വരുന്നത്? ഈ ഒരു കോളത്തിലാണ്. എത്ര പേരുണ്ട്? 579. So number of families earning 16,000 or more per month and owning exactly 1 vehicle is 579. So probability is 579 by 2,400. So 579 by 2,400. Both are this is even number but this is odd number. We can divide both by 3. So 579 by 3 we get 193 and 2,400 divided by 3 we get 800. So probability is 193 by 800. Now question number 3. Earning less than ₹7,000 per month and does not own any vehicle. Earning less than ₹7,000. 7,000-ൽ ലെസ് ആണ് എന്ന് വെച്ചാൽ ഈ ഒരു കോളമാണ്, ഈ ഒരു റോ ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. What is the balance question? Does not own any vehicle. വെഹിക്കിൾ ഒന്നുമില്ലാത്തത്. ഇപ്പോൾ 0 വെഹിക്കിൾസ് വരുന്നത് 10 നമ്പറാണ്. ഈ ഒരു റോയിൽ 0യുടെ കോളത്തിൽ നമ്പർ ഓഫ് families have no vehicles 10. So probability is 10 by 2,400. So 0 നമുക്ക് ക്യാൻസൽ ചെയ്യാം അല്ലേ? So 0 cancel ആയി. So 1 by 240 is the probability. Okay. Now question 4. Earning ₹13,000 to 16,000 per month and owning more than 2 vehicles. So which row we need to select? 13,000 to 16,000. This row and owning more than 2 vehicles. That is column is above 2. So in this row above 2 is 25 families. Okay. So probability that the family chosen is earning ₹13,000 to 16,000 per month and owning more than 2 vehicles equal number of families earning ₹13,000 to 16,000 per month and owning more than 2 vehicles by total number of families. That is 25 families have 2 vehicles by total number of families 2,400. And we can divide both by 5. We get 5 by 48. Again we can divide 5 by 48 by 5. We get 1 by 96. So the probability is 1 by 96.
Now fifth question, owning not more than one vehicle. ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഒന്ന് കൂടുതൽ വെഹിക്കിൾസ് ഇല്ലാത്തത്, നോട്ട് മോർ ദാൻ വൺ വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ 0 വെഹിക്കിൾസിൻ്റെ കോളവും 1 വെഹിക്കിൾ ഉള്ള കോളവും നമ്മൾ കൺസിഡർ ചെയ്യണം. ഇൻകം എല്ലാം അതിനകത്ത് വരുന്നുണ്ട്. എല്ലാ ഇൻകത്തിലും 0 or 1 വെഹിക്കിൾസ് ഉള്ളത് കണ്ടോ. ഓണിങ് നോട്ട് മോർ ദാൻ 1 വെഹിക്കിൾ, ഒരു വെഹിക്കിൾസിനേക്കാൾ കൂടുതൽ വരാത്തത്. അപ്പോൾ 1 വെഹിക്കിൾ അല്ലെങ്കിൽ 0 വെഹിക്കിൾ ഉള്ളവരുടെ ടോട്ടൽ നമ്പർ കൗണ്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 10 + 0 + 1 + 2 + 1 + 160 + 305 + 535 + 469 + 579. We get 2062. So probability that the family chosen owns not more than one vehicle is 2062 by 2400. Both are even numbers, so divided by 2, 1031 by 1200. Now question number 6. Refer to table 14.7 chapter 14. First, find the probability that a student obtained less than 20% in the mathematics test. Second, find the probability that a student obtained marks 60 or above. സോ ചാപ്റ്റർ 14 14.7 എന്ന് പറഞ്ഞ ടേബിൾ നോക്കിയിട്ട് ഈ പ്രോബിലിറ്റീസ് നമ്മൾ പറയണം. സോ ടേക്ക് പേജ് 251, ടേബിൾ 14.7, മാർക്സ്, നമ്പർ ഓഫ് സ്റ്റുഡൻസ്. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് പ്രോബിലിറ്റി ദാറ്റ് എ സ്റ്റുഡൻറ്റ് ഒബ്റ്റെയിൻഡ് ലെസ് ദാൻ 20% ഇൻ മാത്തമാറ്റിക്സ് ടെസ്റ്റ്. സോ മാർക്സ് ഇവിടെ തന്നിട്ടുണ്ട്. ലെസ് ദാൻ 20% എന്ന് പറഞ്ഞാൽ 0 to 20. 20 ലെസ് ആയിട്ട് വരുന്ന എത്ര സ്റ്റുഡൻസ് ഉണ്ട്? 7. സോ 7 by 90. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് 90. സോ ദ പ്രോബിലിറ്റി that a student obtain less than 20% in mathematics test equal to 7 by 90. And second is number of students obtaining mark 60 and above. 60 and above means 60 to 70 and 70 above. ഈ രണ്ട് കോളത്തിൽ വരുന്നത് നമ്മൾ നോക്കണം. ദാറ്റ് ഈസ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് 15 + 8. 15 + 8 we get 23. So the probability is 23 by 90. Now question number 7. To know the opinion of the students about the subject statistics, a survey of 200 students was conducted. The data is recorded in the following table. സോ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന സബ്ജക്ട്സിനെ പറ്റി സ്റ്റുഡൻസിൻ്റെ ഒപ്പീനിയൻ അറിയാൻ ഒരു സർവേ നടത്തി. എത്ര സ്റ്റുഡൻസ് ഉണ്ട്? ടോട്ടൽ 200 സ്റ്റുഡൻസ് ഉണ്ട്. ദെയർ ഒപ്പീനിയൻ, ദേ ലൈക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് 135 സ്റ്റുഡൻസ്, ഡിസ്ലൈക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് 65 സ്റ്റുഡൻസ്. ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് എ സ്റ്റുഡൻറ്റ് ചൂസൺ അറ്റ് റാൻഡം ലൈക്ക് സ്റ്റാറ്റിസ്റ്റിക്സ്, ഡസ് നോട്ട് ലൈക്ക് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇറ്റ് ഈസ് വെരി ഈസി, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. So here find the probability that a student chosen at random like statistics. Statistics like ചെയ്യുന്നവരുടെ probability 135 students like statistics. So 135 by 200. ഇനി അത് 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 27 by 14 കിട്ടും. അതാണ് അതിൻ്റെ ഫൈനൽ ആൻസർ. ഓക്കെ, ആൻഡ് ഡസ് നോട്ട് ലൈക്ക് ഇറ്റ്. പ്രോബിലിറ്റി ദാറ്റ് എ സ്റ്റുഡൻറ്റ് ചൂസൺ അറ്റ് റാൻഡം. നമ്മൾ ഈ 200 സ്റ്റുഡൻസിനെ നിർത്തിയിട്ട് ഒരാളെ ചൂസ് ചെയ്യുമ്പോൾ ആ ആൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഇഷ്ടമല്ലാത്ത ആളാവാനുള്ള ചാൻസ് 65 ആണ് ഇഷ്ടമല്ലാത്തത്. സോ 65 by 200. നമ്മൾ 65 by 200നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 30 by 14 പ്രോബിലിറ്റി കിട്ടും. നൗ ക്വസ്റ്റ്യൻ 8. റെഫർ ടു ക്വസ്റ്റ്യൻ നമ്പർ 2, എക്സസൈസ് 14.2. വാട്ട് ഈസ് ദ എംപിരിക്കൽ പ്രോബിലിറ്റി ദാറ്റ് ആൻ എഞ്ചിനീയർ ലീവ്സ്. എക്സസൈസ് 14.2 ക്വസ്റ്റ്യൻ നമ്പർ 2 റെഫർ ചെയ്തിട്ട് ഈ പറഞ്ഞ പ്രോബിലിറ്റീസൊക്കെ നമ്മൾ കണ്ടെത്തണം. ടേക്ക് പേജ് നമ്പർ 245, എക്സസൈസ് 14.2 ക്വസ്റ്റ്യൻ നമ്പർ 2. ദിസ് ഈസ് ദ ഗിവൺ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനെ ബേസ് ചെയ്ത് വേണം നമ്മൾ പ്രോബിലിറ്റി പറയാൻ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് പ്രോബിലിറ്റി ദാറ്റ് ആൻ എഞ്ചിനീയർ ലീവ്സ് ലെസ് ദാൻ 7 കിലോമീറ്റർ ഫ്രം ഹിയർ പ്ലേസ് ഓഫ് വർക്ക്. പ്ലേസ് ഓഫ് വർക്ക് ജോലി സ്ഥലത്ത് നിന്ന് 7 കിലോമീറ്റർ താഴെ യാത്ര ചെയ്ത് പോയാൽ മതി എന്നുള്ളവരുടെ പ്രോബിലിറ്റി. സോ നമ്മളത് കൗണ്ട് ചെയ്യണം. 1 2
3, 4, 5, 6, 7, 8, 9. 9 എൻജിനീയേഴ്സിനാണ് 7 ലെസ്സായിട്ട് കിലോമീറ്റർ ഉള്ളത്. അപ്പോൾ ഇവിടെ 7 ഉണ്ട്, പക്ഷേ 7 നമ്മൾ എടുക്കരുത്, 7 ലെസ് ദാൻ 7 എന്നാണ്. സോ 9/40. ടോട്ടൽ എത്രയാണ്? 40 എൻജിനീയേഴ്സ്. സോ ദ പ്രോബിലിറ്റി ഈസ് 9/40. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. മോർ ദാൻ ഓർ ഈക്വൽ ടു 7 കിലോമീറ്റർ ഫ്രം ഹിയർ പ്ലേസ് ഓഫ് വർക്ക്. ഈ ക്വസ്റ്റ്യൻ്റെ മീനിങ് എന്താണ്? 7 കിലോമീറ്ററും അതിൽ കൂടുതലും ഡിസ്റ്റൻസ് വരുന്നവരുടെ പ്രോബിലിറ്റി. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താ നമ്മൾ കണ്ടത്? 7 കിലോമീറ്ററിനേക്കാൾ ലെസ്സായിട്ട് വരുന്നവരുടെ പ്രോബിലിറ്റിയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ കണ്ടത്. അത് എത്ര പേരായിരുന്നു? 9 വർക്കേഴ്സ് ആയിരുന്നു 7 കിലോമീറ്റർ ലെസ്. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ഈക്വൽ ടു 7 ആൻഡ് ഗ്രേറ്റർ ദാൻ 7. അപ്പോൾ 9 ടോട്ടൽ എത്രയാണ് നമുക്കുള്ളത്? 40 ആണ്. അപ്പോൾ 40യിൽ നിന്ന് ഈ 9 സബ്സ്ട്രാക്ട് ചെയ്താൽ 7 കിലോമീറ്ററും അതിൽ കൂടുതലുള്ളവരുടെ നമ്പർ നമുക്ക് കിട്ടും. അതല്ലെങ്കിൽ ഇവിടെ നമ്മൾ കൗണ്ട് ചെയ്യണം, ഓരോന്നും കൗണ്ട് ചെയ്യണം. അതിൻ്റെ ആവശ്യമില്ല, നമുക്കറിയാം ടോട്ടൽ എത്രയാണ്? 40 ആണുള്ളത്. അതിൽ നിന്ന് 9 വർക്കേഴ്സിനാണ് ലെസ് ദാൻ 7 കിലോമീറ്റർ. സോ വി ഗെറ്റ് 31 വർക്കേഴ്സ് 7 kilometer equal to 7 kilometer or greater than 7 kilometer. So probability is 31/40. Okay. Next third question. Within half kilometer from here place of work. അതായത് 1/2 കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസ് വർക്കും അവരുടെ റെസിഡൻസിയും തമ്മിൽ ഉള്ളതിൻ്റെ പ്രോബിലിറ്റി. ഇവിടെ 1/2 കിലോമീറ്ററിൻ്റെ തന്നിട്ടുണ്ടോ? ഇല്ല. ഇവിടെ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ട് തന്നിരിക്കുന്ന നമ്പർ 2 തന്നിട്ടുണ്ട്. അതിൽ താന്നത് ഇല്ല. സോ 0 ആണ് നമ്പർ ഓഫ് വർക്കേഴ്സ് അവിടെ പ്ലേസ് ഓഫ് റെസിഡൻസ് ലെസ് ദാൻ അല്ലെങ്കിൽ വിത്തിൻ 1/2 കിലോമീറ്റർ വരുന്നത് 0 ആണ്. സോ പ്രോബിലിറ്റി 0/40 ഈസ് ഈക്വൽ ടു 0 പ്രോബിലിറ്റി. നൗ ക്വസ്റ്റ്യൻ നമ്പർ 9. ആക്ടിവിറ്റി. Note the frequency of 2-wheelers, 3-wheelers and 4-wheelers going past during a time interval in front of your school gate. Find the probability that any one vehicle out of the total vehicles you have observed is a 2-wheeler. അപ്പോൾ നിങ്ങളിവിടെ ഇത് നിങ്ങൾക്ക് ആക്ടിവിറ്റി ചെയ്യാനായിട്ട് തന്നിരിക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ സ്കൂൾ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്ന 2-wheelers, 3-wheelers, 4-wheelers ആണ് കൗണ്ട് ചെയ്യേണ്ടത്. ഒരു ടൈം ഇൻ്റർവെൽ നിങ്ങൾ എടുക്കുക. അതായത് 1 hour അല്ലെങ്കിൽ 30 minutes അങ്ങനെ ഒരു ടൈം ഇൻ്റർവെൽ വെച്ചിട്ട് അതിൽ ആ ഒരു ടൈമിൽ പോകുന്ന ഗോയിങ് പാസ്റ്റ് അപ്പം അങ്ങനെ പോകുന്നവരുടെ ഇങ്ങനെ എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഡേറ്റ കളക്ട് ചെയ്തിട്ട് ഒരു കോളമൊക്കെ വരച്ച് ഡേറ്റ കളക്ട് ചെയ്ത് വെച്ചിട്ട് 2-wheelers ആകാനുള്ള പ്രോബിലിറ്റി കണ്ടുപിടിക്കണം. ഇതുപോലെ കോളമൊക്കെ ഇവിടെ എന്ത് ചെയ്യാം? 2-wheeler, 3-wheeler, 4-wheeler. എന്നിട്ട് ഇവിടെ എത്ര ഉണ്ടെന്നുള്ളത് നമ്മൾ ആദ്യം റഫ് ബുക്കിൽ നമ്പർ എഴുതി വെക്കണം. എഴുതി വെച്ചിട്ട് ടോട്ടൽ നമ്പർ അങ്ങനെ കണ്ടുപിടിച്ച് നമുക്ക് അങ്ങനെ ചെയ്യാം. സോ ദാറ്റ് ഈസ് ഡു യുവർ സെൽഫ്. അത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഇവിടെ സ്കൂൾ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ കൂടെ എന്നുള്ളതല്ല, നിങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ. അധികം വാഹനങ്ങൾ ഓടാത്ത സ്ഥലത്താണെങ്കിൽ 1 hour ചൂസ് ചെയ്യുക. അല്ലെങ്കിൽ ഒത്തിരി വാഹനങ്ങളുള്ള സ്ഥലമാണെങ്കിൽ 30 minutes ഒക്കെ ചൂസ് ചെയ്തിട്ട് നിങ്ങളതൊന്ന് ചെയ്യുക. ആൻഡ് question number 10, again an activity. Ask all the students in your class to write a 3-digit number. നിങ്ങളുടെ ക്ലാസ്സിലുള്ള എല്ലാ സ്റ്റുഡൻസിനോടും ഒരു 3-digit നമ്പർ എഴുതാൻ പറയുക. ചൂസ് എനി സ്റ്റുഡൻറ്റ് ഫ്രം ദ റൂം അറ്റ് റാൻഡം. ഇനി അവിടെ ഇരിക്കുന്ന ഒരു കുട്ടിയെ ചുമ്മാ അങ്ങ് സെലക്ട് ചെയ്യുക. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ദ നമ്പർ റിട്ടൺ ബൈ ഹെർ ഓർ ഹിം ഈസ് ഡിവിസിബിൾ ബൈ 3. ആ നമ്പർ അവരെഴുതിയ ആ നമ്പർ ഡിവിസിബിൾ ബൈ 3 ആകാനുള്ള ചാൻസ് കണ്ടെത്തണം. സോ നമ്മൾ വാട്ട് ഈസ് ദ പ്രോബിലിറ്റി, ഒരു നമ്പർ ഡിവിസിബിൾ ബൈ 3 ആകാനുള്ള ചാൻസ് എത്ര? അപ്പോൾ റിമെമ്പർ ദാറ്റ് എ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 3 ഇഫ് ദ സം ഓഫ് ഇറ്റ്സ് ഡിജിറ്റ്സ് ഈസ് ഡിവിസിബിൾ ബൈ 3. ആ ഡിജിറ്റ്സിൻ്റെ സമ്മ് ഡിവിസിബിൾ ബൈ 3 ആണെങ്കിൽ 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. അപ്പോൾ നിങ്ങളിത് ആക്ടിവിറ്റീസ് സ്വന്തമായിട്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇവിടെ എങ്ങനെ ചെയ്യുമെന്ന് നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാകും. ഇപ്പോൾ 3-digit നമ്പറാണ് നമ്മളോട് ചൂസ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ആ ക്ലൂ പറഞ്ഞു തരാം. 3-digit നമ്പർ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 100ൽ സ്റ്റാർട്ട് ചെയ്യുന്നു. എൻഡ് ചെയ്യുന്നത് എവിടെയാണ്? 999ലാണ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ 100 തൊട്ട് 999 വരെ ഉള്ള ഡിവിസിബിൾ ആയിട്ടുള്ള 3-digit നമ്പേഴ്സിൻ്റെ നമ്പർ കണ്ടെത്തണം.
3 കൊണ്ട് ഏതുകൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള 3 കൊണ്ട്. ഈ 999 3 കൊണ്ട് ഡിവിസിബിൾ ആണല്ലോ. അതുപോലെ 100 തൊട്ട് 999 വരെ 3 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള 3 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ എണ്ണം കണ്ടെത്തുക. അത് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് 3 ഡിജിറ്റ് നമ്പറാണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, നൗ ക്വസ്റ്റ്യൻ നമ്പർ 11 bags of wheat flour each marked 5 kilogram actually contained the following weights of flour in kilogram. ഇപ്പോൾ 11 bags of wheat flourൻ്റെ 11 bags എല്ലാത്തിലും 5 എന്നാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷേ ആക്ച്വലി എത്രയാണ് അതിനകത്തുള്ളതെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. Find the probability that any of these bags chosen at random contains more than 5 kilogram of flour. അപ്പോൾ ഇവിടെ നമ്മൾ അത് ചുമ്മാ ഒരെണ്ണം ഇങ്ങനെ എടുക്കുമ്പോൾ അത് 5 കിലോഗ്രാമിൽ കൂടുതലാവാൻ ചാൻസ് ഉള്ളത് എത്രയായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ പ്രോബബിലിറ്റി എന്താണെന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. സോ ഇവിടെ എത്രയാണ് ടോട്ടൽ നമ്പർ ഓഫ് ബാഗ്സ് 11. അതിലിവിടെ കൗണ്ട് ചെയ്ത് നോക്കിയാൽ മോർ ദാൻ 5 വരുന്നത് 1 2 3 4 5 6 7. So the probability is 7/11. ഓക്കെ, ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. Now question number 12. In question 5 exercise 14.2 you were asked to prepare a frequency distribution table regarding the concentration of sulfur dioxide in the air in parts per million of a certain city for 30 days. Using this table, find the probability of concentration of sulfur dioxide in the interval 0.12 to 0.16 on any of these days. ഇപ്പോൾ നമ്മൾ എക്സസൈസ് 14.2 ചാപ്റ്റർ 14.2 ക്വസ്റ്റ്യൻ നമ്പർ 5 ഓൾറെഡി നമ്മൾ ഈ ഫ്രീക്വൻസി ടേബിൾ മേക്ക് ചെയ്തിട്ടുണ്ട്. ആ ഫ്രീക്വൻസി ടേബിൾ യൂസ് ചെയ്തിട്ട് പ്രോബബിലിറ്റി ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് സൾഫർ ഡയോക്സൈഡ് ഇൻ ദി ഇൻ്റർവൽ 0.12 to 0.16 വരാനുള്ള പ്രോബബിലിറ്റി നമ്മൾ പറയണം. So this is the frequency distribution table of question number 5 from exercise 14.2. We already done in our notebook. So question is from range is 0.12 to 0.16. അവിടുത്തെ ഫ്രീക്വൻസി അല്ലെങ്കിൽ നമ്പർ ഓഫ് ഡേയ്സ് എത്രയാണ് 2. ടോട്ടൽ ഡേയ്സ് എത്രയാണ് തന്നിരിക്കുന്നത് 30. സോ ഇവിടുത്തെ പ്രോബിലിറ്റി എങ്ങനെ എഴുതും 2/30. 2/30 എന്ന് പറഞ്ഞാൽ 1/15. സോ അത്രയേ ഉള്ളൂ അതിൻ്റെ ആൻസർ കേട്ടോ. 2/30 = 1/15. Now question number 13. In question 1 exercise 14.2 you were asked to prepare a frequency distribution table regarding the blood groups of 30 students of a class. Use this table to determine the probability that a student of this class selected at random has blood group AB. So exercise 14.2 question number 1 we already done in our notebook. This is the frequency distribution table. So here AB blood group വരാനുള്ള സ്റ്റുഡൻസിൻ്റെ നമ്പർ 3 ആണ്. Total number of students 30. So probability is 3/30. That is 1/10. So 1/10 is the probability. So chapter 15 is completed. Do these questions again and again. Practice these questions. ഏത് ചാപ്റ്റേഴ്സ് ആണെങ്കിലും ഈസി ആയിട്ട് ഫീൽ ചെയ്താലും നിങ്ങളത് പ്രാക്ടീസ് ചെയ്യണം വീണ്ടും അങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. സോ സ്റ്റഡി വെൽ. താങ്ക് യു.